ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഒരു അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കട്ട പിടിക്കാതെ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മളൊരു കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് ഗീ റൈസ് തയ്യാറാക്കിയെടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 3-4 ഗ്രാമ്പു, ഒരു തക്കോലം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയുടെ പകുതി ചെറുതായി അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ചോറിന് നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരണം. ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി, കൂടുതലങ്ങ് വഴന്ന് പോകണ്ട. ഞാനിവിടെ 1 കിലോ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി ഒരു 1/4 മണിക്കൂർ കുതിർത്തെടുത്താണ്. നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വെള്ളമയോ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് നന്നായി ചൂടാക്കിയെടുത്ത വെള്ളമാണ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിലടിക്കുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാം. ഓരോ കുക്കറിനനുസരിച്ചാണ് വേവ് വരുന്നത്. ഞാനിവിടെ 2 വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ പ്രഷറിലിരുന്ന് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ഗീ റൈസ് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗീ റൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.